ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഓരോരുത്തരും ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും പറയുന്നുണ്ട് കൃത്യമായൊരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളത്. ബലാക്കോട്ടിലും പുൽവാമയിലും ഒക്കെ നമ്മൾ അത് കണ്ടതാണ്. അത്തരത്തിലുള്ളൊരു മറുപടി നൽകാൻ തന്നെയാകുമോ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുക? അതോടൊപ്പം ചില വിമർശനങ്ങൾ കൂടി വരുന്നുണ്ട്. അതിനെ കൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കണ്ടേ മതിയാകുകയുള്ളൂ. ഇത്തരമൊരു സ്ഥലം ഈ ഭീകരവാദികൾ തിരഞ്ഞെടുക്കുന്നു. 6-ലധികം വരുന്ന ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ കേന്ദ്രമാക്കി ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു. അവരുടെ ഹെൽമറ്റിലും വസ്ത്രത്തിലും അടക്കം ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ ഈ പാവപ്പെട്ടവരെ കൊന്നൊടുക്കുന്ന ഭീകര ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് തുടർന്നങ്ങോട്ടൊരു ഭയപ്പാട് അവിടെയുള്ള പ്രദേശവാസികൾക്കും സാധാരണക്കാർക്കുമൊക്കെ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ ഇത്രയൊക്കെ ആസൂത്രണം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും കേന്ദ്ര ഇന്റലിജൻസിന് പാളിച്ച പറ്റിയോ? ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ച ആദ്യത്തെ കാര്യത്തിൻ്റെ മറുപടി പറയാം. ഭാരതം അതിശക്തമായ രീതിയിൽ ഇന്ത്യ ഭരിക്കുന്നത് നെഹ്റു കുടുംബമല്ല. ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ ധീരപുത്രനാണ്. ഭാരതീയർക്കുണ്ടാവുന്ന ഏത് വേദനയോടും അദ്ദേഹം കടപ്പെട്ടിരിക്കും. ഇന്ന് ഭാരതത്തിനുണ്ടായിട്ടുള്ള വേദന എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉണ്ടാക്കിയ വേദനയാണ്. നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്തിന് രണ്ടാമതൊരു കാര്യം ആരും ചിന്തിക്കേണ്ടതില്ല. അതിൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന നിലയിലാണ് നയതന്ത്ര ഓഫീസ് റദ്ദ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത വെളിയിൽ വന്നിരിക്കുന്നത്. നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1971 നമ്മൾ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ഓഫീസ് അടച്ചു. അതിൻ്റെ അടിസ്ഥാനം, അതിന് കാരണമെന്താണെന്നത് എല്ലാവർക്കും അറിയാം. 1971 നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിൻ്റെ പിന്നിൽ അതിനുശേഷം നടന്നതെന്താ? അതിനുശേഷം നടന്നത് പാകിസ്ഥാൻ 2 കഷ്ണമാവുകയാണ് ചെയ്തത്. അപ്പോൾ നയതന്ത്ര ബന്ധം ഇല്ലാതായാൽ പിന്നെ രണ്ടാമത്തത് എൻ്റെ വാഗുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നുള്ളത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളത് യുദ്ധമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തെ, അതിനെ പാകിസ്ഥാൻ എന്നല്ല പറയേണ്ടത്. ചില ആളുകൾ പറയുന്നത് പോലെ അത് ഭീകരസ്ഥാനാണ്. ആ ഭീകരസ്ഥാനെ ഒന്നാകെ ഇല്ലാതാക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനായിട്ടുള്ള സയ്യിദ് അസീം മുനീർ അദ്ദേഹം പറഞ്ഞത് കാശ്മീരാണ് ഞങ്ങളുടെ സിരകളിലെ ചോര. ജനുവരി 2026 ഫെബ്രുവരി 2-ാം തീയതി കാശ്മീർ പാകിസ്ഥാൻ്റെ കൂടെ ചേരുമെന്ന ആ വൃത്തികെട്ട മനുഷ്യൻ, ആ നരാധമൻ, ആ നരഭോജി പ്രഖ്യാപിച്ചത് അയാളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് കാലൻ്റെ അടുത്തേക്ക് പോകാൻ അയാൾക്ക് സമയമായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നരഭോജിയുടെ മനസ്സാണ് അയാൾക്കുള്ളത്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ മനസ്സാണുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫേസ് ഇല്ലാത്ത, മുഖമില്ലാത്ത രാജ്യമാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന രാജ്യമാണ്. ഒരു കിലോ ഗോതമ്പിന് വേണ്ടി ജനങ്ങൾ ലോറിയുടെ പിന്നാലെ ഓടുന്ന കാഴ്ചയാണ് പാകിസ്ഥാൻ ഉള്ളത്. ഇന്ന് ലോകത്ത് പാകിസ്ഥാനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളില്ല. പണ്ട് ഇന്ത്യയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ട് ഇന്ത്യയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ, അല്ലെങ്കിൽ പണ്ട് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു വിദേശ നേതാവ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സന്ദർശിച്ച ഉടനെ അവർ സന്ദർശിക്കുക പാകിസ്ഥാനാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഭൂപടത്തിൽ, ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ ഇല്ല. ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ അപ്രസക്തമാണ്. ലോക ഭൂപടത്തിൽ, ലോക നേതാക്കളുടെ മുമ്പിൽ പാകിസ്ഥാൻ എവിടെയും ഇല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകം തിരിച്ചറിയാത്ത ഒരു ഭീകര രാജ്യം മാത്രമായിട്ട് മാറുമ്പോൾ, വികസനമില്ലാതെ മാറുമ്പോൾ, സാമ്പത്തികമായി തകരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കണം. അവരെ ഒരു ഭാഗത്തു നിന്ന് താലിബാൻ ആക്രമിക്കുന്നു, മറുഭാഗത്തു നിന്ന് അവർ മറ്റു പല രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു. അവരുടെ സാമ്പത്തികമായി അവർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ നിന്ന് അവരുടെ ട്രെയിൻ അടക്കം കട്ടുകൊണ്ട് പോകുന്നു, കൊള്ള ചെയ്യുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്താണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു പിടിവള്ളിയായിട്ട് ഈ കാടുകളുള്ള മലയുടെ താഴ്വാരത്തിലേക്ക് ഇറങ്ങിയാൽ കാട്ടിൽ ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള
ആ ഒരു സ്ഥലത്ത് ഈ സൈഫുള്ള ഖസൂരി എന്ന് പറയുന്ന തീവ്രവാദി TRFിൻ്റെ നേതാവ്, ഈ ലഷ്കർ തോയ്ബയുടെ നേതാവായിട്ടുള്ള സൈഫുള്ളി ഖസൂരിയുടെ ആയിട്ട് പങ്കുചേർന്ന് അയാളുമായിട്ട് ഒരു ലിങ്കുണ്ടാക്കി ആ ഭീകര പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് അവരെ ഇറക്കിവിട്ട് ഈ രീതിയിൽ നിരപരാധികളെ കൊന്നത്. വാസ്തവത്തിൽ ടൂറിസ്റ്റുകളെ ഇവർ ലക്ഷ്യം വെച്ചത് എന്തുകൊണ്ട്? കാശ്മീരിലെ ജനങ്ങളെ പണ്ട് വെടിവെച്ച് കൊന്നിരുന്നു. പക്ഷേ ഇന്ന് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചത് ഇന്ത്യ മുന്നേറുന്നു. കാശ്മീരിലെ ജനങ്ങൾക്ക് ഇനി പാകിസ്ഥാനെ വേണ്ട. പാകിസ്ഥാൻ ഇല്ലാത്ത, പാകിസ്ഥാൻ്റെ ബന്ധമില്ലാത്ത, പാകിസ്ഥാനെ എതിർക്കുന്ന, ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന, ഇന്ത്യയുടെ ഭാഗമായി എല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ ഭാരതീയരാണെന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, അവസ്ഥയിലേക്ക് കാശ്മീർ വരുമ്പോഴാണ് ഈ രീതിയിലുള്ള അക്രമം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ പാകിസ്ഥാന് പിടിവള്ളിയായി ഈ ഇന്ത്യയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വിദേശ പര്യടനത്തിനായി, ഇന്ത്യൻ പര്യടനത്തിനായി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇതുവരെ ഇവരെയൊക്കെ സഹായിച്ചിരുന്ന, പാകിസ്ഥാനെ സഹായിച്ചിരുന്ന സൗദി അറേബ്യയിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പ് കിട്ടുന്നു. അവിടെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു താല്പര്യവും ആ രാജ്യം കാണിക്കാത്ത തരത്തിൽ ഭാരതവുമായിട്ടുള്ള ഊഷ്മള ബന്ധമുണ്ടാകുന്നു. ഈ ഒരു അന്തരീക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഭീകര അക്രമം അവരഴിച്ചുവിട്ടത്. അപ്പോൾ ഈ ഭീകരാക്രമം അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു സാഹചര്യം, അതിന് നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ലാപ്സാണോ, നമ്മുടെ ഇൻ്റലിജൻസ് ഫെയിലിയർ ആണോ എന്നൊക്കെ സ്വാഭാവികമായും ചിന്തിക്കാം. നമുക്കറിയാം അമർനാഥ് യാത്ര ഈ പഹൽഗഞ്ചിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ അമർനാഥ് യാത്രയുടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അമർനാഥ് യാത്ര കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് സെക്യൂരിറ്റി ഫോഴ്സ് അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുക, ഒരു പ്രശ്നവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ പെട്ടെന്ന് സെക്യൂരിറ്റി ഫോഴ്സിനെ നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം അവർ നിരവധി അക്രമങ്ങൾ, ആ അക്രമങ്ങളെ മുഴുവൻ ചെറുത്ത്, അക്രമങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാൻ, ഭീകരവാദം ഇല്ലാതാക്കാൻ, ഭീകരപ്രവർത്തനങ്ങളെ തടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഒരുപക്ഷെ കണ്ണ് ചിമ്മി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ അത് വീഴ്ച എന്ന് പറയരുത്. കാരണം ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കാൻ സാഹചര്യമുണ്ട്. കാശ്മീരിൽ കഴിഞ്ഞ പാസ്റ്റിൽ, അതായത് 47-ന് ശേഷമുള്ള കാലഘട്ടം, പ്രത്യേകിച്ച് 87-ന് ശേഷമുള്ള കാലഘട്ടത്തിൽ എന്നും നൂറുകണക്കിന് ആളുകൾക്ക് നേരെ ബോംബും, പോലീസിനെതിരെ കല്ലേറും, പട്ടാളത്തിനെതിരെ കല്ലേറും, പോലെയുള്ള ഭീകരപ്രവർത്തനങ്ങൾ അരങ്ങേറിയ നാടായിരുന്നു കാശ്മീർ. പക്ഷെ ആ കാശ്മീരിൽ സമാധാനം പുലർന്നു. ഏതാണ്ട് 6 ജില്ലകൾ പരിപൂർണമായിട്ടും തീവ്രവാദി ബന്ധമില്ലാത്ത, തീവ്രവാദി മുക്തം, ഭീകരവാദി മുക്ത ജില്ലകളായി പ്രഖ്യാപിക്കപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അവർക്ക് അനുകൂലമായ ചില ആളുകളും അനുകൂലമായ സാഹചര്യവുമുണ്ട്. അതാണ് മഞ്ഞ് വീഴുന്ന, അതാണ് കാട് നിറഞ്ഞു നിൽക്കുന്ന, കാട്ടിൽ ഏത് സമയത്തും ഒളിക്കാൻ പറ്റിയ, ഏത് സമയത്തും മലയിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാവുന്ന ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ സ്ഥലത്താണ് വാസ്തവത്തിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. 2 ഭീകരവാദികൾ അത് ആ പ്രദേശത്തുള്ളവർ തന്നെയായിരുന്നു. അവർക്ക് അവിടെയുള്ള ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത അനുസരിച്ച് അവരുടെ ഭാഷ പാകിസ്ഥാൻ ഭാഷയിലാണ് അവർ സംസാരിച്ചിരുന്നതെന്നും, അതുപോലെ ഫുട് പ്രിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം POKയുമായി ബന്ധപ്പെട്ട ഭീകരവാദികളുടെ, പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദികളാണ് എന്നും ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പാകിസ്ഥാനെ ഈ രീതിയിലുള്ള ഒരു ഭീകര രാജ്യം സൃഷ്ടിച്ചതാരാ? ഇന്ന് ഈ രാഷ്ട്രീയ ഭീകരവാദികളായിട്ടുള്ള VD സതീശൻ്റെ മുത്തച്ഛനാ. ജവഹർലാൽ നെഹ്റുവിൻ്റെ തീരുമാനമാണ്. ജവഹർലാൽ നെഹ്റുവിന് അന്ന് ഭാരതമെന്ന അമര സന്ദേശമായിരുന്നു എങ്കിൽ, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ആളുകളുടെ ചിന്തയായിരുന്നുവെങ്കിൽ ഈ ഭീകര രാജ്യം ഉണ്ടാകുമായിരുന്നില്ല, ഭൂപടത്തിലുണ്ടാകുമായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ POK മുഴുവൻ പിടിച്ചെടുത്തതല്ലേ ഇന്ത്യൻ സൈന്യം. അത് മുഴുവനും ഈ ഭീകരവാദികൾക്ക് തുറന്നുകൊടുത്ത, പാകിസ്ഥാന് വിട്ടുകൊടുത്ത
രാജ്യദ്രോഹപരമായ നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. വാസ്തവത്തിൽ സെക്യൂരിറ്റി ഫോഴ്സിനെ അല്ല പറയേണ്ടത്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പാളിപ്പോയ നയതന്ത്രവും പാളിപ്പോയ കാശ്മീർ നയവുമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്നത്തെ കൂട്ടക്കുരുതിയുടെ കാരണക്കാർ ആരെന്ന് ചോദിച്ചാൽ അത് ആദ്യ നെഹ്റു സർക്കാരും നെഹ്റുവുമാണ് എന്ന് പറയേണ്ടി വരും. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പട്ടേലിനെ പോലുള്ള ആളുകൾ അതിശക്തമായ തീരുമാനമെടുത്തപ്പോൾ പട്ടേലിനെ കവച്ചുവെച്ച് അതിജീവിച്ച് കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ പാകിസ്ഥാന് വിട്ടുകൊടുത്ത, പാകിസ്ഥാനുമായിട്ട് വേറൊരു തരത്തിലുള്ള ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചത് ഏത് രീതിയിലാണോ തിബത്തിനെ വിട്ടുകൊടുത്തത് ചൈനയ്ക്ക്, അതേപോലെ POK വിട്ടുകൊടുത്തുകൊണ്ട് അന്നത്തെ യുദ്ധത്തിലടക്കം നെഹ്റു എടുത്ത നിലപാടാണ് ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കാരണം. അതുകൊണ്ട് സെക്യൂരിറ്റി വീഴ്ചയല്ല, മറിച്ച് നെഹ്റുവിൻ്റെ നയതന്ത്ര പാളിച്ചയും നെഹ്റുവിൻ്റെ പാകിസ്ഥാൻ പ്രേമവുമാണ് ഇന്നത്തെ ഈ ഭീകരവാദ കുരുതിക്ക് കാരണം എന്നാണ് ചരിത്രപരമായി എനിക്ക് പറയാനുള്ളത്. ശരി, കേണൽ രാജീവ് മണാലി, ഇവിടെ ലോകരാഷ്ട്രങ്ങൾ അതിശക്തമായി തന്നെ ഈ ഭീകരാക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. കശ്മീർ വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഭീകരവാദികളുടെ ലക്ഷ്യമെങ്കിൽ അത് പാകിസ്ഥാനെതിരെ, ലഷ്കർ-ഇ-തോയ്ബയ്ക്കെതിരെ, സാധാരണക്കാരെ വെടിവെച്ചു കൊന്ന ആ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ തിരിയുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അവർ എല്ലാവരും ശക്തമായി അപലപിച്ചിരിക്കുന്നു. ഒപ്പം POK വീണ്ടും ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. ഒരുപക്ഷെ നയതന്ത്ര തലത്തിൽ ഇനി ഭാരതം മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി പല ഇൻ്റർനാഷണൽ ഫോറത്തിലും ഇതിനകം തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. കാശ്മീർ പ്രശ്നത്തിന് ഒറ്റ പോംവഴിയേ ഉള്ളൂ, അത് POK ഇന്ത്യയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ കാശ്മീരിൻ്റെ ഭാഗമാകുക, കാശ്മീരിൻ്റെ പുനരേകീകരണം ആണ് ഒറ്റ വഴി എന്ന് അദ്ദേഹം പലയിടങ്ങളിലും പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അവിടെയെല്ലാം അദ്ദേഹം പറഞ്ഞതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. അത് ഈ കഴിഞ്ഞ പല മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞു തന്നെ ആയിരിക്കണം, അവർ ചെയ്തിരിക്കുന്ന ഈ ഹീനകൃത്യത്തിൻ്റെ പരിണിത ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന PO അതിൽ നിന്ന് മാറി വെറും K മാത്രമാകും, കാശ്മീർ മാത്രമാകും. കാശ്മീർ ഒറ്റ ഒരു സംസ്ഥാനമായി നിലകൊള്ളുന്നത് നമ്മൾ ഈ അനധിവിദൂര ഭാവിയിൽ കാണാനിടയാകും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാൻ തന്നെ ഒരു പക്ഷേ ഇല്ലാതാകുന്നൊരു സിറ്റുവേഷനിലേക്കായിരിക്കും അവരെ തന്നെ കൊണ്ട് എത്തിച്ചിരിക്കുക. അവർക്ക് വീണ്ടുവിചാരം എന്നൊരു സംഗതി പല കാര്യങ്ങളിലും കുറവാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാർഗിൽ യുദ്ധത്തിലായാലും പല ഇടങ്ങളിൽ അവരുടെ പ്രവൃത്തികൾ കണ്ടാലും വീണ്ടുവിചാരം എന്നൊരു സംഗതി അവിടെ ഇല്ല, അവർക്കതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ വീണ്ടുവിചാരമില്ലായ്മയുടെ ഫലമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാശ്മീരിൻ്റെ പുനരേകീകരണമായിരിക്കും. ഈ POK എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല, അധികം നാൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അതിലേക്കായിരിക്കട്ടെ നമ്മുടെ എല്ലാ നീക്കങ്ങളും എന്നും കൂടെ ഞാൻ പ്രത്യാശിക്കുന്നു.